ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ ഡി എസ് അൽഗോരിതവും ട്രിപ്പിൾ ഡി എസ് വിത്ത് 3 കീ ട്രിപ്പിൾ ഡി എസ് വിത്ത് 2 കീയും ആണ്. സോ നോക്കിക്കോണം, ട്രിപ്പിൾ ഡി എസ്. ഇപ്പോൾ ട്രിപ്പിൾ ഡി എസ് എന്ന് പറയുന്നത് തന്നെ ഡി എസ് എന്ന് പറയുന്നത് തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ബ്ലോക്ക് സിഫറിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ട്രിപ്പിൾ ഡി എസ് എന്ന് പറഞ്ഞാൽ വിച്ച് അപ്പിയർ ഡി എസ് സിഫർ അൽഗോരിതം 3 times to each block. അതായത് ബ്ലോക്ക് സിഫറിലെ ഓരോ ബ്ലോക്കിലും ഡി എസ് അൽഗോരിതം 3 വട്ടം വരുന്നതിനെയാണ് ട്രിപ്പിൾ ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രിപ്പിൾ ഡി എസ് എന്ന് പറയുന്നത്? ബ്ലോക്ക് സിഫറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ട്രിപ്പിൾ ഡി എസ് വിത്ത് എന്താണ് ട്രിപ്പിൾ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആ ബ്ലോക്ക് സിഫറിലെ ഓരോ ബ്ലോക്കിലും എന്താണ് നമ്മുടെ ഡി എസ് സിഫർ അൽഗോരിതം 3 വട്ടം വരും. ഓക്കെ, അതായത് ഡി എസിനെ നമ്മൾ ഫസ്റ്റ് കീ കൊണ്ടും ഡി എസിന് സെക്കൻഡ് കീ കൊണ്ടും ഡി എസിന് തേർഡ് കീ കൊണ്ടും എൻക്രിപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡി എസ് അൽഗോരിതം ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് ഫസ്റ്റ് കീ ആൻഡ് സെക്കൻഡ് കീ ആൻഡ് തേർഡ് കീ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ 2 പോയിന്റ്. ഇപ്പോൾ എന്താ ട്രിപ്പിൾ ഡി എസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ട്രിപ്പിൾ ഡി എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് സിഫറിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രിപ്പിൾ ഡി എസ് അൽഗോരിതം അല്ലെങ്കിൽ ഡി എസ് സിഫർ അൽഗോരിതം ഒരു ബ്ലോക്കിൽ 3 ടൈംസ് ഉണ്ടാവും. അതായത് ഡി എസ് എന്ന് പറയുന്ന ഫസ്റ്റ് എൻക്രിപ്റ്റ് ചെയ്യും കീ 1 തൊട്ട്, ദെൻ K2 വെച്ച്, ദെൻ K3 വെച്ചിട്ട്. അതാണ് 3 കീസ് എന്ന് പറയുന്നത്. ഇന്ന് 2 കീ ഓപ്ഷൻ ഉണ്ട്. കീ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഓൾ 3 കീസ് ആർ ഡിഫറെൻറ്റ്. നമ്മൾ 3 കീസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒന്ന് K1, ഒന്ന് K2, ഒന്ന് K3. അതിനെ പറയുന്നതാണ് 3TDS, അതായത് 3 ട്രിപ്പിൾ ഡി എസ് എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഇത് മാത്രം നോക്കിയാൽ മതി. അവിടുത്തെ സൈസ് എന്നല്ല, ലെങ്ത് എന്ന് പറയുന്നത് 168 ബിറ്റ് ആയിരിക്കും ടോട്ടൽ ലെങ്ത്. ഇനി കീ 2 ഓപ്ഷൻ എന്ന് പറയുമ്പം മറ്റടുത്ത പോലെ 3 കീസ് ഡിഫറെൻ്റ് ആയിരിക്കത്തില്ല. മീൻസ് 3 കീസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കത്തില്ല. K1ഉം K2 മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. ലാസ്റ്റത്തെ K3ക്ക് പകരം K1 എടുക്കുന്നത്. മീൻസ് K1 റിപ്പീറ്റഡ് ആയിട്ട് വരും. അതാ പറയുന്നത്. കീ ഓപ്ഷൻ 1 എന്ന് പറയുമ്പം ഓൾ 3 കീസ് ആർ ഇൻഡിപെൻഡൻറ്റ്, നോൺ ആസ് 3TDES. അവിടുത്തെ സൈസ് 168 ബിറ്റ് ആയിരിക്കും. കീ ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? K1ഉം K2ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. K3 എന്ന് പറയുന്നത് K1ന് ഈക്വൽ ആണ്. അവിടുത്തെ സൈസ് 112 ബിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രിപ്പിൾ ഡി എസിനെ വെച്ചിട്ടുള്ള ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ട്രിപ്പിൾ ഡി എസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് സിഫറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഡി എസിൻ്റെ സിഫർ അൽഗോരിതം ഒരു ബ്ലോക്കിൽ 3 പ്രാവശ്യം എക്സിബിറ്റ് ചെയ്യും. പിന്നെ എന്താണ് ഡി എസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് കീ കൊണ്ടും സെക്കൻഡ് കീ കൊണ്ടും തേർഡ് കീ കൊണ്ടും എൻക്രിപ്റ്റ് ചെയ്യുന്നു. 2 കീ ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ കീ ഓപ്ഷനിൽ എല്ലാ കീസും ഡിഫറെൻ്റ് ആയിരിക്കും. ലെങ്ത് എന്ന് പറയുന്നത് 168 ബിറ്റ് ആണ്. രണ്ടാമത്തെ കീ ഓപ്ഷനിൽ 2 കീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരെണ്ണം ലാസ്റ്റത്തെ K3 എന്ന് പറയുന്നത് വീണ്ടും K1 ആയിട്ട് വരും. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 112 ബിറ്റ് ആണ്. ഇനി ട്രിപ്പിൾ ഡി എസ് വിത്ത് 3 കീയും ട്രിപ്പിൾ ഡി എസ് വിത്ത് 2 കീയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ഡി എസ് വിത്ത് 3 കീ. അപ്പോൾ അതിൻ്റെ എൻക്രിപ്ഷനാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. എളുപ്പമാണേ. അപ്പം ട്രിപ്പിൾ ഡി എസ് എന്ന് പറയുമ്പോൾ എന്താണ്? കീ ഓപ്ഷൻ 1 ആണ്. അതായത് 3 കീസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആദ്യം ഒരു പ്ലെയിൻ ടെസ്റ്റ് എടുത്ത് K1 എന്ന് പറയുന്ന കീ കൊടുത്ത് അതിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പം ഒരു സൈഫർ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് ഒരു കീ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സൈഫർ ടെസ്റ്റിനെ K2 എന്ന് പറയുന്ന അടുത്ത കീ കൊടുത്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്താവും? നെക്സ്റ്റ് സൈഫർ ടെസ്റ്റ് ആവും. അപ്പോൾ 2 എണ്ണം ആയേ. ഇനി ആ സൈഫർ ടെസ്റ്റിനെ K3 എന്ന് പറയുന്ന കീ കൊടുത്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു സൈഫർ ടെസ്റ്റ് ആയിട്ടുള്ള C3 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻക്രിപ്ഷൻ. ട്രിപ്പിൾ ഡി എസ് വിത്ത് 3 കീസ്. സിമ്പിൾ അല്ലേ? അതായത് ഒരു പ്ലെയിൻ ടെസ്റ്റിന് K1 എന്ന് പറയുന്ന കീ കൊടുത്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഫർ ടെസ്റ്റ് ആവും. ദെൻ K2 എന്ന് പറയുന്ന കീ കൊടുത്ത് വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഫർ ടെസ്റ്റ് ആവും. വീണ്ടും K3 എന്ന് പറയുന്ന ഒരു കീ കൊടുത്ത് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ സൈഫർ ടെസ്റ്റ് ആവും. അങ്ങനെ 3 പ്രാവശ്യം ആ ബ്ലോക്കിൽ എൻക്രിപ്ഷൻ നടന്നു. ഇത് ട്രിപ്പിൾ ഡി എസ് വിത്ത് 3 കീയുടെ എൻക്രിപ്ഷൻ ആണ്. ഇനി ഇതിൻ്റെ ഫോർമുലാസ് നമുക്ക് നോക്കാം. ഇതാണ് ഫോർമുല, വേറൊന്നുമില്ല. ആദ്യത്തെ സൈഫർ ടെസ്റ്റ് എങ്ങനെയാണ് കിട്ടിയത്? K1 എന്ന് പറയുന്ന കീ പ്ലെയിൻ ടെസ്റ്റിൽ എൻക്രിപ്റ്റ് ചെയ്തപ്പം ആദ്യത്തെ സൈഫർ ടെസ്റ്റ് കിട്ടി. രണ്ടാമത്തെ സൈഫർ ടെസ്റ്റ് എങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ സൈഫർ ടെസ്റ്റ് 1ൽ K2 എൻക്രിപ്റ്റ് ചെയ്തപ്പോഴല്ലേ രണ്ടാമത്തെ സൈഫർ ടെസ്റ്റ് കിട്ടിയത്. നോക്കിക്കേ, അതായത് സൈഫർ ടെസ്റ്റ് 1ൽ K2 എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ സൈഫർ ടെസ്റ്റ് കിട്ടി. അപ്പോൾ ഈ ഫിഗർ വരച്ച് കഴിഞ്ഞ് ഈ ഫോർമുല എഴുതാൻ പറ്റും. എൻക്രിപ്ഷൻ ഓഫ് K2, C1. ഇനി ഈ C1ൻ്റെ സ്ഥാനത്ത് ഈ C1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് E ഓഫ് K2, C1ൻ്റെ വാല്യൂ എന്താണ്? E ഓഫ് K1, P.
ഇനി C3 എങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ C2നെ K3 കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ E(K3, C2). ഇനി C2ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? E(K3, then ഈ സാധനം അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എന്തായി? അതിൻ്റെ എൻക്രിപ്ഷനായി. ഇനി അതിൻ്റെ ഡീക്രിപ്ഷൻ നോക്കാം. ഡീക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. അതായത് നമ്മളിവിടെ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പില്ലേ, C3നെ K3 കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിനെ ഡീക്രിപ്ഷൻ ആക്കിയാൽ മതി. C3നെ K3 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ C2 ആവും. ദെൻ ആ C2നെ K2 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ C1 ആവും. റിവേഴ്സ് ചെയ്താൽ മതി. C1നെ K1 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. ആ സെയിം സാധനം അങ്ങ് റിവേഴ്സ് ആക്കി എഴുതിയതേ ഉള്ളൂ. C3നെ K3 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ C2 കിട്ടി. C2നെ K2 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ C1 കിട്ടി. C1നെ K1 കൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടി. പിന്നെ അതിനെ ഫോർമുലയാക്കി. അപ്പോൾ എന്താ? C2 അല്ലേ ഫസ്റ്റ് കിട്ടുന്നത്. C2 എങ്ങനെയാണ് കിട്ടുന്നത്? K3യും C3യും കൂടെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ. ദെൻ C1 എങ്ങനെയാണ് കിട്ടിയത്? C2ഉം K2ഉം കൂടെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ D(K2, C2). എന്നിട്ട് എന്ത് ചെയ്തു? ഈ C2ൻ്റെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് P എങ്ങനെയാണ് കിട്ടുന്നത്? P എങ്ങനെ കിട്ടിയത്? K1ഉം C1ഉം കൂടെ ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ. എന്നിട്ട് ഈ C1ൻ്റെ സ്ഥാനത്ത് ഈ ഫോർമുല അങ്ങ് എടുത്തിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി DDS വിത്ത് 2 കീ. 2 കീ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? 2 കീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 2TDS ആണ്. അതിലെന്ന് പറയുന്നത് K1ഉം K2 ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള. ലാസ്റ്റത്തെ K3ക്ക് വരും K1 എഴുതിയാൽ മതി. അതായത് ഫിഗർ ഇതുപോലെ വരും. ഈ K3ക്ക് പകരം എന്താക്കണം? K1 ആക്കണം. അവിടെ K3 എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കാണത്തില്ല. അതാണ്ട് ഫിഗറിൽ ഒരു മാറ്റവും ഇല്ല. എല്ലാം ആദ്യത്തെ ഫിഗർ പോലെ വന്നിട്ട് K3ക്ക് പകരം എന്തെഴുതണം? K1 എഴുതണം. അതേപടി ഇക്വേഷനിൽ K3 വരുന്നിടത്ത് എന്താക്കി കൊടുക്കണം? K1 ആക്കി കൊടുക്കണം. ഡീക്രിപ്ഷനും അതേപടിയാണ്. K3 വരുന്നിടത്ത് എന്ത് ചെയ്യണം? K1 ആക്കണം. ഇക്വേഷനിലും സെയിം. K3 വരുന്നിടത്ത് എന്താക്കണം? K1 ആക്കണം. ഇത്രയേ ഉള്ളൂ.